ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെയും അതുപോലെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെയും ചാപ്റ്റർ 4 ആയിട്ട് വരുന്ന വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് സെർവർ ടെക്നോളജീസിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തേത് വെബ് സെർവർ ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ ചാപ്റ്റർ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ വെബ് സെർവർ എന്താണെന്നും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. വെബ് സെർവർ എന്ന് പറയുമ്പോൾ എന്താ? ദ ടേം വെബ് സെർവർ ഈസ് ഓഫൻ യൂസ്ഡ് ഫോർ റെഫറിംഗ് ടു ദ സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് ഹോസ്റ്റസ് വെബ്സൈറ്റ്സ്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഏത് കമ്പ്യൂട്ടറിലാണോ ഇരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു റെഫർ എ വെബ് സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ എ സെർവർ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ വെബ് സെർവർ. അപ്പോൾ ഒരു സെർവർ കമ്പ്യൂട്ടർ വെബ് സെർവർ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അവിടെ ഒരു സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു റെഫർ a web server software that is installed in a server computer in order to make it a web server. A web server enables us to deliver web pages or services like email, blog, etc. to users on the internet. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഇമെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോഗ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. സോ അങ്ങനെയുള്ള വെബ് പേജസ് അല്ലെങ്കിൽ ആ സർവീസസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വെബ് സെർവർ ആണ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. സെർവർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അത് എപ്പോഴും സ്വിച്ച്ഡ് ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഇൻ്റർനെറ്റുമായിട്ട് ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. കാരണം നമുക്ക് ഏത് സമയത്തും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഒരു സർവീസ് ആവശ്യപ്പെടാം. ലൈക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ സർവീസ് ആവട്ടെ, ഏത് സർവീസ് നമ്മൾ ആവശ്യപ്പെട്ടാലും ആ സമയം തന്നെ അങ്ങനെ ഒരു സെർവർ അങ്ങനെ ഒരു സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെബ് സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എപ്പോഴും സ്വിച്ച്ഡ് ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായിട്ട് ഓൾവേസ് കണക്റ്റഡും ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ്സ്, എ വെബ് സെർവർ ക്യാൻ ഹാവ് എ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, ഫാസ്റ്റ് ആക്സസ് RAM, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കസ്, Ethernet cards that support fast communication etc. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ സർവീസസ് എല്ലാം നൽകുന്നത് വെബ് സെർവേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ് സെർവർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉള്ളതാകാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആക്സസ്, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാവാം. അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കസ് എല്ലാം ഈ വെബ് സെർവറിനുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് വെബ് സെർവറുമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റാ സെൻറ്റർ എന്ന ടേമാണ്. ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർഗനൈസേഷൻസ് അവരുടെ സെർവർ സിസ്റ്റംസ് അല്ലെങ്കിൽ അവരുടെ സെർവേഴ്സും ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കൽ ലൊക്കേഷനെയാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. എ ഡാറ്റാ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ where organizations house their servers and networking systems. Data centers are used for storing, processing and serving large amounts of mission critical data to their clients. അപ്പോൾ അതായത് അവരുടെ ക്ലയൻസിന് ഈ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഫൈനലി ആ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും എവിടെ നിന്നായിരിക്കും? ഡാറ്റാ സെൻറ്റേഴ്സിൽ നിന്നായിരിക്കും. ഡാറ്റാ സെൻറ്റർ റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റംസ്, കൂളിംഗ് സിസ്റ്റംസ്, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം. നമ്മൾ പറഞ്ഞു ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഫിസിക്കൽ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മുടെ സെർവേഴ്സിനെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡാറ്റാസിന് എന്ത് വേണം? സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം, കൂളിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റംസ് എല്ലാം ഈ ഡാറ്റാ സെൻറ്റേഴ്സിന് ആവശ്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പോർട്സ്. ഹാർഡ്വെയർ പോർട്സിനെ കുറിച്ച് നമുക്കറിയാം. അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മൗസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മൗസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ മൗസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോർട്ടായിരിക്കും. അല്ലെങ്കിൽ ഉദാഹരണം ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യണം. സോ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ പോർട്ട് അവൈലബിൾ ആണ്. അതായത് ഹാർഡ്വെയർ പോർട്സ് ആർ യൂസ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ടു ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എക്സ്റ്റേണൽ ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹാർഡ്വെയർ പോർട്സ്. അപ്പം അങ്ങനെയെങ്കിൽ സോഫ്റ്റ്വെയർ പോർട്സ് എന്തായിരിക്കും? എ സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് യൂസ് ടു കണക്ട് എ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു എ സെർവർ ടു ആക്സസ് ഇറ്റ് സർവീസസ് ലൈക്ക് HTTP, FTP,
SMTP എക്സെട്ര. മനസ്സിലായോ? അതായത് നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിന്റെ സർവീസസ് ആണ് ഉദാഹരണമായിട്ട് HTTP, FTP, SMTP അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണം, ക്ലയന്റ് കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്ലയന്റ് കമ്പ്യൂട്ടറും സെർവർ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്ട് യൂഷ്വലി ഒരു 16-bit നമ്പറാണ്. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ടു ഡിസ്റ്റിങ്ക്വിഷ് ദ പോർട്ട്സ്, സോഫ്റ്റ്വെയർ പോർട്ട്സ് ആർ ഗിവൺ യൂണിക് നമ്പേഴ്സ്. അതായത് ഈ പോർട്ടുകൾ തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ പോർട്ടിനും യൂണിക് ആയിട്ടുള്ള നമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ പോർട്ട്സ് ഈസ് ടു ഐഡന്റിഫൈ different services like email, file transfer, etc. running on a single server computer. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പോർട്ട്സിന്റെ മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സർവീസസ് ഐഡന്റിഫൈ ചെയ്യുക. ഉദാഹരണമായിട്ട് ഇമെയിൽ സർവീസ് ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇമെയിൽ സർവീസസിന് ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഓരോ സർവീസസ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഈച്ച് സർവീസ് അവൈലബിൾ ഓൺ ദ സെർവർ ക്യാൻ ബി സെറ്റ് ആൻഡ് ആക്സസ്ഡ് യൂസിങ് എ ഡിഫറെൻറ്റ് പോർട്ട് നമ്പർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ ഓരോ സർവീസസും സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ സർവീസസും നമ്മൾ ആക്സസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ ഡിഫറെൻറ്റ് പോർട്ട് നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ നോക്കുക. അപ്പോൾ ഇവിടെ ഡിഫോൾട്ട് പോർട്ട് നമ്പറും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന സർവീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് 20 and 21 എന്ന പോർട്ട് നമ്പർ ആയിരിക്കും നമ്മൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന് ഉപയോഗിക്കുന്നത്. അതുപോലെ 22 SSH സർവീസ്, 25 സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, 53 ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്, 80 ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, 110 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, POP3, അതുപോലെ 443 HTTP സെക്യൂർ. അതായത് HTTPS എന്ന് പറയുന്ന സർവീസസിന് വേണ്ടിയാണ് 443 എന്ന് പറയുന്ന ഈ പോർട്ട് നമ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNS സർവീസ്. അപ്പോൾ DNS സർവീസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് DNS സർവീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ IP അഡ്രസ് എന്ന് പറയുന്നത് എന്താ? IP അഡ്രസ് ഈസ് എ യൂണിക് അഡ്രസ് അസൈൻഡ് ടു ഈച്ച് ഹോസ്റ്റ് പ്രസന്റ് ഓൺ ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലുള്ള ഓരോ ഹോസ്റ്റിനും, അതായത് ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഒരു യൂണിക് ആയിട്ടുള്ള അഡ്രസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു 32 bits ലോങ് ആയിട്ടുള്ള അഡ്രസ്സാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. സോ IP അഡ്രസ്സിന് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് 137.170.4.121. അതായത് ഇതിലെ ഓരോ 4 ബൈറ്റ് നമ്പറും 0 to 255 വരെയുള്ള നമ്പേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഡോട്ട് ഉപയോഗിച്ചിട്ടാണ്. സോ ഇതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ DNS സർവേഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നമുക്ക് വായിച്ചു നോക്കാം. എ DNS server runs a special purpose networking software that contains a database of domain names and their IP addresses. The domain name system runs on a DNS server and returns the IP address of a domain name requested by the client computer. അപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ചെയ്യുന്ന IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യുക എന്നതാണ് നമ്മുടെ DNS സർവേഴ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ സർവീസസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ്സസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ IP അഡ്രസ്സസ് നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡൊമൈൻ നെയിംസ് നൽകിയിരിക്കുന്നത്. ഡൊമൈൻ നെയിംസ് നമ്മൾ നൽകി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് നമുക്ക് ലഭിക്കുന്നത് DNS സർവേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഡൊമൈൻ നെയിം സിസ്റ്റം കണ്ടെയ്ൻസ് സെവറൽ DNS സെർവർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി DNS സെർവർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ദ DNS സെർവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി. ഈ DNS സെർവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ടോപ്പോളജിക്കൽ ഓർഡറിലാണ്, അതായത് ഒരു ഹൈറാർക്കിയിലാണ്. അതായത് ഏറ്റവും ആദ്യം ഒന്നുള്ളത് 13 റൂട്ട് സെർവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ഡൊമൈൻസ്, ഉദാഹരണമായിട്ട് .com, .org അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഡൊമൈൻസ്. അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ. കൺട്രി സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ .in എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ .uk എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതുപോലെ ഈ DNS സെർവേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കി ഓർഡറിലാണ്. At the top level, there are 13 root servers that contain name server information for all the generic top-level domains such as .com, .org, as well as country-specific domain addresses such as .in or .uk. മനസ്സിലായല്ലോ? അതായത് ഈ ഡൊമൈൻ നെയിം സിസ്റ്റംസിന് തന്നെ ഒത്തിരി DNS സെർവർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ DNS സെർവേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഇവിടെ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹയറാർക്കി ഉണ്ട്. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ഡൊമൈൻസ് ആണ്. അതായത് .com, .org, അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻസ് ആയിട്ടുള്ള .in, .uk അങ്ങനെയുള്ള ഡൊമൈൻസ് ആണ് ആദ്യം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNS സെർച്ച് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ www.hsslive.in എന്ന് നിങ്ങളുടെ വെബ് ബ്രൗസറിലൂടെ സെർച്ച് ചെയ്തെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ HSS Live എന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ നെയിമായിട്ട് വരുന്നത്. വെബ് ബ്രൗസറിൽ നിങ്ങളിത് സെർച്ച് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? നിങ്ങൾക്കറിയാം, നിങ്ങളിത് സെർച്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വെബ് സെർവർ ലഭിക്കുന്നു. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് DNS അവിടെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത ശേഷം IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് ലഭിച്ചു കഴിഞ്ഞാൽ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും. ഈ പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെബ് ബ്രൗസർ, അതായത് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്തു. ഈ വെബ് ബ്രൗസർ എന്ത് ചെയ്യും? അതിൻ്റെ മിനി ക്യാഷയിൽ ഈ HSS Liveൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് മിനി ക്യാഷയിൽ സെർച്ച് ചെയ്തതെന്ന് മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? മിനി ക്യാഷയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് റീസെൻ്റ്ലി നിങ്ങൾ വിസിറ്റ് ചെയ്ത വെബ്സൈറ്റ് എല്ലാം മിനി ക്യാഷയിലുണ്ടാവും. വെബ് ബ്രൗസറിൻ്റെ മിനി ക്യാഷയിൽ റീസെൻ്റ്ലി നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് വെബ് ബ്രൗസർ മിനി ക്യാഷയിൽ നിന്ന് ഉണ്ടോ എന്ന് നോക്കും. മിനി ക്യാഷയിൽ അതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വെബ് സെർവർ എന്ത് ചെയ്യും? ബ്രൗസറിലേക്ക് കണക്ട് ചെയ്യും. ഇൻ കേസ് മിനി ക്യാഷയിൽ സെർച്ച് ചെയ്തിട്ടും ഈ IP അഡ്രസ്സ് ലഭിച്ചില്ല എങ്കിൽ അടുത്തതായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷയിലായിരിക്കും എന്ത് സെർച്ച് ചെയ്യുന്നത്? IP അഡ്രസ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ IP അഡ്രസ്സ് അവിടെ നിന്ന് ലഭ്യമാകുമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷയിൽ നിന്ന് IP അഡ്രസ്സ് ലഭ്യമാകും. കറസ്പോണ്ടിങ് വെബ് സെർവർ നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് കണക്ട് ആവും. ഈ ലോക്കൽ ക്യാഷയിലും നമുക്ക് നമ്മുടെ IP അഡ്രസ്സ് ലഭ്യമല്ല എങ്കിൽ DNS സെർവർ പിന്നീട് എന്തായിരിക്കും ചെയ്യുന്നത്? അടുത്തതായിട്ട് ഈ IP അഡ്രസ്സ് എവിടെ ഉണ്ടോ എന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്? യുവർ ISP, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലായിരിക്കും അടുത്തതായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ലഭ്യമാവുന്നത് ഏതിൽ നിന്നായിരിക്കും? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് എയർടെലിൻ്റെ കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ISP ദാതാവ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് എയർടെലാണ്. അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്നത് BSNL കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ISP അല്ലെങ്കിൽ SP എന്ന് പറയുന്നത് BSNL ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഏതാണോ ആ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലായിരിക്കും IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ നിന്ന് IP അഡ്രസ്സ് ലഭ്യമാകുമെങ്കിൽ വെബ് ബ്രൗസറും വെബ് സെർവറും തമ്മിൽ കണക്ട് ആവും, നിങ്ങൾക്ക് ആ സേവനം ലഭ്യമാകും. ഈ ISPയിലും സെർച്ച് ചെയ്ത ശേഷവും നമുക്ക് IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ അടുത്തതായിട്ട് ഈ DNS റിസോൾവർ, ISPയുടെ DNS റിസോൾവർ എവിടെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഈ ഡൊമൈൻ നെയിംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കി ഓർഡറിലാണ്. ഓൾ ഓവർ ദി വേൾഡ് ഒരു ഹൈറാർക്കി ഓർഡറിലാണ് സെർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ISPയിൽ നിന്നും ആ IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ DNS റിസോൾവർ വേൾഡ് വൈഡ് വെബിൽ എന്ത് ചെയ്യും? ഈ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. IP അഡ്രസ്സ് അവിടെ നിന്ന് ലഭ്യമാകുമെങ്കിൽ നമ്മുടെ ISPയുടെ DNS റിസോൾവർ ആ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഈ വെബ് സെർവർ നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ എല്ലാം ചെക്ക് ചെയ്ത ശേഷവും IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് വെബ് ബ്രൗസറിൻ്റെ മിനി ക്യാഷയിൽ IP അഡ്രസ്സ് ലഭിച്ചില്ല, ലോക്കൽ ക്യാഷയിലും ചെക്ക് ചെയ്തിട്ട് ലഭിച്ചില്ല, ISPയിൽ ചെക്ക് ചെയ്തിട്ട് ലഭിച്ചില്ല, ഈ ISP വേൾഡ് വൈഡ് വെബിലും ചെക്ക് ചെയ്തിട്ടും ഈ IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു എറർ മെസ്സേജ് ആയിരിക്കും. സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചില വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിക്കാറുണ്ട്. കാരണം എന്താ? നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ പർട്ടിക്കുലർ സെർവറിൻ്റെ IP അഡ്രസ്സ് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്കവിടെ ലഭ്യമാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു DNS എങ്ങനെയാണ് IP അഡ്രസ്സ് റിസോൾവ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, all browsers store the IP addresses of the recently visited websites in its cache. Therefore, the browser first searches its local memory to see whether it has the IP address of the domain. നമുക്കറിയാം, എല്ലാ ബ്രൗസേഴ്സും റീസെൻ്റ്ലി വിസിറ്റഡ് വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ ക്യാഷയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രൗസർ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡൊമൈൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ആ ബ്രൗസറിൻ്റെ തന്നെ മിനി ക്യാഷയിലായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ഈ ഫൗണ്ട് ദ ബ്രൗസർ യൂസസ് ഇറ്റ്. അപ്പോൾ അത് അവിടെ നിന്ന് ലഭ്യമാകുമെങ്കിൽ ബ്രൗസർ അത് ഉപയോഗിക്കും. സെക്കൻഡ് വൺ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ബ്രൗസർ ക്യാഷെ, ഇറ്റ് ചെക്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലോക്കൽ ക്യാഷെ ഫോർ ദി IP അഡ്രസ്. ബ്രൗസർ ക്യാഷയിൽ നിന്ന് നമുക്ക് IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ
സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ലോക്കൽ ക്യാഷെയിലായിരിക്കും പിന്നീട് IP അഡ്രസ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. If it is not found there, it searches the domain name system server of the local ISP. അപ്പോൾ നമുക്ക് ലോക്കൽ ക്യാഷെയിൽ നിന്നും IP അഡ്രസ്സ് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ലോക്കൽ ISPയുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിലായിരിക്കും പിന്നീട് ഈ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നത്. Step 4. In the absence of domain name in the ISP's DNS server, the ISP's DNS server initiates a recursive search starting from the root server till it receives the IP address. അപ്പോൾ ഈ ISPയുടെ DNS സെർവറിൽ നിന്നും നമുക്ക് ഈ ഡൊമൈൻ നെയിം ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ISPയുടെ DNS സെർവർ തന്നെ ഒരു സെർച്ച് അവിടെ റിക്കേഴ്സീവ് സെർച്ച് ഇനിഷ്യേറ്റ് ചെയ്യും. അതായത് ആ റൂട്ട് സെർവറിൽ നിന്ന് നമുക്ക് എപ്പോഴാണോ IP അഡ്രസ്സ് ലഭ്യമാകുന്നത് IP അഡ്രസ്സ് ലഭ്യമാകുന്നത് വരെ അവിടെ ഒരു സെർച്ചിങ് പ്രോസസ്സ് നടക്കും. Step 5. The ISP's DNS server returns this IP address to the browser. അപ്പോൾ അവിടെ നിന്ന് IP അഡ്രസ്സ് ലഭിക്കുമെങ്കിൽ പിന്നീട് ഈ ISPയുടെ DNS സെർവർ ഈ ലഭിച്ച IP അഡ്രസ്സ് ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. The browser connects to the web server using the IP address and the web page is displayed in the browser window. അപ്പോൾ പിന്നീട് ഈ ബ്രൗസർ നമുക്ക് ലഭിച്ച ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് വെബ് സെർവറുമായിട്ട് കണക്ട് ചെയ്യും. ആ വെബ് പേജ് നമുക്ക് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. If the IP address is not found, it returns the message server not found in the browser window. IP അഡ്രസ്സ് ലഭിച്ചില്ല എങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന മെസ്സേജ് ആയിരിക്കും ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്